നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. ആരോഗ്യമേഖലയിൽ സമാനതകളില്ലാത്ത മികവാണ് കേരളത്തിന്റേതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലൂടെ പ്രകടമായതെന്നും മന്ത്രി. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പുതിയ OP ബ്ലോക്കിന്റെയും ഉദ്ഘാടനം എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ആവേശകരമായ അധ്യായം കുറിച്ച ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യഗ്രഹത്തിന്റെ ഓർമ്മയ്ക്ക് ശനിയാഴ്ച 94 വയസ്സ് തികയും. സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഗുരുവായൂരിലെ ഭരണസ്ഥാപനങ്ങളും വിവിധ സംഘടനകളും നവോത്ഥാന മണ്ണിൽ ഒത്തുചേരും. രാജ്യത്താകമാനം അടിസ്ഥാന വിഭാഗങ്ങളെ അടിച്ചമർത്തുമ്പോൾ കേരളത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആളൂരിൽ നിർമ്മാണം പൂർത്തിയായ EMS കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനവും വേലൂർ പഞ്ചായത്തിലെ കുണ്ടിലങ്ങാടി അംബേദ്കർ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ ചുറ്റുവിളക്ക് ശനിയാഴ്ച മുതൽ തെളിയും. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുഭവനപുരി ഉത്സവലഹരിയിലാകും. വിളക്കാരംഭത്തിന്റെ വിളംബരം അറിയിച്ച് നാമജപ ഘോഷയാത്ര നടത്തും. ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമ വിവാദം. കൌൺസിൽ യോഗത്തിൽ നിന്ന് UDF BJP കൌൺസിലർമാർ ഇറങ്ങിപ്പോയി. ഗാന്ധിജിയെ വികലമായി ചിത്രീകരിച്ചതിന് നഗരസഭാ ചെയർമാൻ മാപ്പ് പറയാൻ തയ്യാറായില്ല എന്ന് ആരോപിച്ചാണ് UDF വോക്കൌട്ട് നടത്തിയത്. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖലയിൽ സമാനതകളില്ലാത്ത മികവാണ് കേരളത്തിന്റേതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പുതിയ OP ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യമേഖലയിൽ കേരളത്തിന് അതിന്റെ തനിമയാർന്ന വികസന കാഴ്ചപ്പാടും നയവുമുണ്ട്. സംസ്ഥാനം ഉണ്ടായതു മുതൽ മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ പല പരിഷ്കാരങ്ങളും ഈ മേഖലയിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ആരോഗ്യനയം മുന്നിൽ വെച്ചുകൊണ്ട് നാം എവിടെയാണോ നിൽക്കുന്നത്, എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് എത്തേണ്ടത്, ഈ ലക്ഷ്യബോധത്തോടെ കൂടി ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലം മുതലാണ് കേരളം ചർച്ച ചെയ്തു തുടങ്ങിയത്. ആ ചർച്ചയുടെ ഫലമായി ഉരുത്തിരിഞ്ഞ വികസന സമീപനമാണ് ആരോഗ്യമേഖലയിൽ ഇപ്പോൾ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും പരീക്ഷിക്കാത്ത ചികിത്സാ രീതികൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളം ഇന്ത്യക്ക് മാതൃക കാണിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആരോഗ്യമേഖലയിൽ കേരളത്തിന് അതിൻ്റെ തനിമയാർന്ന വികസന കാഴ്ചപ്പാടും നയവും ഉണ്ട് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ പല പരിഷ്കാരങ്ങളും ഈ മേഖലയിൽ വരുത്തിയിട്ടുണ്ട് എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. നാം എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് എത്തേണ്ടത്, ഈ ലക്ഷ്യബോധത്തോടുകൂടി ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലം മുതൽ കേരളം ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. ആ ചർച്ചയുടെ ഫലമായി ഉരുത്തിരിഞ്ഞ വികസന സമീപനമാണ് ആരോഗ്യമേഖലയിൽ ഇപ്പോൾ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും പരീക്ഷിക്കാത്ത ചികിത്സാ രീതികൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളം ഇന്ത്യക്ക് മാതൃക കാണിക്കുകയാണ്. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ദൃശ്യ മനോഹർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നിവ്യ റെനീഷ്, ഷെക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലൂടെ പ്രകടമായതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റിന് ഒരു ഭരണനയമുണ്ട്. ആ നയം വികസന പ്രവർത്തനവും അതിനോട് കിടപിടിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമാണ്.
ക്ഷേമപ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഇവർ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിനാകെ പ്രയോജനം നൽകുന്നതായിരിക്കും. അപ്പോൾ വികസനവും കരുതലും സ്നേഹവും പാവപ്പെട്ടവരെ കണക്കിലെടുക്കാത്ത വികസനമില്ല. വികസനമില്ലാതെ അവരെ കണക്കിലെടുക്കാൻ പറ്റില്ല. ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു പൊതുജീവിത നിലവാരമുള്ള സമീപനമാണ് നമുക്കുള്ളത്. ഈ റിഫ്ലക്ഷൻസ് ആണ് ഗവൺമെന്റിന്റെ ഓരോ നടപടിയിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമവും ഈ നിലപാടും തുടരുമെന്ന് ചെയ്യുന്ന വാഗ്ദാനമാണ്, ഉറപ്പാണ് ഞാൻ ഇവിടെ നൽകിയത്. ഇടതുപക്ഷ ജനാധിപത്യം ഇവിടെയുള്ളിടത്തോളം കാലം ഈ നിലപാട് തുടരുമെന്നാണ് പറയുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആ നയം വികസന പ്രവർത്തനവും അതിനോട് കിടപിടിക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഇവർ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിനാകെ പ്രയോജനം നൽകുന്ന പരിപാടി. അപ്പോൾ വികസനവും കരുതലും സ്നേഹവും, പാവപ്പെട്ടവരെ കണക്കിലെടുക്കാത്ത വികസനമില്ല, വികസനമില്ലാതെ അവരെ കണക്കിലെടുക്കാൻ പറ്റില്ല. ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു പൊതു ജീവിത നിലവാരം ഉയർത്തൽ സമീപനമാണ് നമുക്കുള്ളത്. ഈ സമീപനത്തിന്റെ റിഫ്ലക്ഷൻസ് ആണ് ഗവൺമെന്റിന്റെ ഓരോ നടപടിയിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നയവും ഈ നിലപാടും തുടരുക തന്നെ ചെയ്യുമെന്ന വാഗ്ദാനമാണ്, ഉറപ്പാണ് ഞാൻ ഇവിടെ നൽകിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളിടത്തോളം കാലം ഈ നിലപാട് തുടരുമെന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ആവേശകരമായ അധ്യായം കുറിച്ച ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന്റെ ഓർമ്മയ്ക്ക് ശനിയാഴ്ച 94 വയസ്സ് തികയും. സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഗുരുവായൂരിലെ ഭരണസ്ഥാപനങ്ങളും വിവിധ സംഘടനകളും നവോത്ഥാന മണ്ണിൽ ഒത്തുകൂടും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവേശനം ആവശ്യപ്പെട്ട കെ കേളപ്പന്റെ നേതൃത്വത്തിൽ 1931 നവംബർ 1 സത്യഗ്രഹ സമരത്തിന് തുടക്കമിട്ടത്. സമരം ശക്തിപ്പെട്ട് 1947 ജൂൺ 2 ഗുരുവായൂർ ക്ഷേത്ര ഗോപുരവാതിൽ ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നുകൊടുക്കേണ്ടി വന്നു. ഇതിന്റെ സ്മാരകമായി കിഴക്കേ നടയിലെ സത്രം വളപ്പിൽ സ്തൂപം സ്ഥാപിച്ചു. എല്ലാ വർഷവും നവംബർ 1 സ്തൂപത്തിന് മുന്നിൽ എല്ലാവരും ഒത്തുകൂടും. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 9 മുതൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും നടക്കും. രാജ്യത്താകമാനം അടിസ്ഥാന വിഭാഗങ്ങളെ അടിച്ചമർത്തുമ്പോൾ കേരളത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആളൂരിൽ നിർമ്മാണം പൂർത്തിയായ EMS കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹികമായും സാംസ്കാരികമായും ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നുള്ളത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്നതിനായി ഉന്നതി സ്കോളർഷിപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. സിവിൽ സർവീസ് പോലെയുള്ള MBBSനും നഴ്സിംഗിനും പാരാമെഡിക്കൽ തുടങ്ങി ഒട്ടനവധി കോഴ്സുകളും വകുപ്പ് നേരിട്ട് നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉന്നതി സ്കോളർഷിപ്പ് പോലെയുള്ള സിവിൽ സർവീസ് പോലെയുള്ള MBBSനും നഴ്സിംഗിനും പാരാമെഡിക്കൽ പോലെയുള്ള ഒട്ടനവധി കോഴ്സുകൾ വകുപ്പ് നേരിട്ട് നടപ്പാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാംസ്കാരിക നിലയം പണിയുമ്പോൾ ഈ വിഭാഗക്കാരുടെ വിവിധ ഉദ്ദേശ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സാംസ്കാരിക നിലയം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ കുട്ടികൾക്ക് സായാഹ്നങ്ങളിൽ വന്നിരുന്ന് പഠിക്കാനും മറ്റു ഇതര പാഠ്യേതര ഉപാധികൾക്ക് വിനിയോഗിക്കാനും മറ്റിതര അവരുടെ ഉന്നതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് വിവിധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ ഉതകുന്ന രീതിയിൽ നമുക്ക് ഈ സാംസ്കാരിക നിലയത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. മുരളി പെരുന്നലി MLA അധ്യക്ഷനായി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS ധനൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NA ബാലചന്ദ്രൻ, ഷക്കീല ഷമീർ, നിവ്യ റനീഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആളൂർ യുവജന സമാജം വായനശാലയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോയുടെ പ്രകാശനം ചടങ്ങിൽ MLA നിർവഹിച്ചു. EMS കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാടൻപാട്ട് അവതരണം ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജില്ലാ പഞ്ചായത്തിന്റെ പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 70 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 7,34,600 രൂപയും കുടിവെള്ള സൗകര്യത്തിനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,00,000 രൂപയും ഉപയോഗിച്ചാണ് കമ്മ്യൂണിറ്റി ഹാൾ യാഥാർത്ഥ്യമാക്കിയത്.
എരുമപ്പെട്ടി പഞ്ചായത്ത് 18-ാം വാർഡിലെ കരിയന്നൂർ മയൂഖം അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, വാർഡ് മെമ്പർ സതി മണികണ്ഠൻ, മെമ്പർമാരായ NP അജയൻ, സ്വപ്ന പ്രദീപ്, ICDS സൂപ്പർവൈസർ വിനീത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കുഞ്ഞുമോൻ കരിയന്നൂർ, NK കബീർ എന്നിവർ സംസാരിച്ചു. മുൻ വർക്കർ പ്രേമ മോഹനൻ, മുൻ ഹെൽപ്പർ വിജയലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അംഗൻവാടികൾക്ക് ആധുനികമായ സൗകര്യത്തോടുകൂടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ ഇനി അവശേഷിക്കുന്ന 2-3 അംഗൻവാടികൾ മാത്രമാണ്. ബാക്കി എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേലൂർ പഞ്ചായത്തിലെ കുണ്ടിലങ്ങാടി അംബേദ്കർ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഓൺലൈനിലൂടെ നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളുടെ പുനരുദ്ധാരണം, കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം, റോഡ് റീടാറിംഗ്, കോൺക്രീറ്റ് നടപ്പാത എന്നിവയ്ക്കാണ് അനുമതി ലഭിച്ചത്. AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ 27 വീട്ടുകാരുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമാണിത്. നമ്മളുടെ നിയോജകമണ്ഡലത്തിലെ 9ാമത്തെ കേന്ദ്രമാണിത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, മെമ്പർമാരായ വിമല നാരായണൻ, ആരിഫ സാബിർ, ബിന്ദു ശർമ്മ, ശുഭ അനിൽകുമാർ, CPIM പ്രതിനിധി അബിൽ ബേബി, പട്ടികജാതി വികസന ഓഫീസർ TR ഷാബു എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിലെ കലുങ്ക് സംവാദ സഭയിൽ സുരേഷ് ഗോപി നൽകിയ ഉറപ്പിൽ സത്യഭാമയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. വീടിന്റെ കട്ടിളവെപ്പ് നടന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് തകര ഷീറ്റ് മേഞ്ഞ കുടിലിലാണ് ഇരിങ്ങപ്പുറം മണിഗ്രാമം സ്വദേശി പൂക്കയിൽ സത്യഭാമ കഴിഞ്ഞിരുന്നത്. ഇതേ തുടർന്നാണ് വീട് നിർമ്മിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ 21-ന് ഗുരുവായൂരിൽ നടന്ന കലുങ്ക് സംവാദത്തിലേക്ക് അപേക്ഷയുമായി സത്യഭാമ എത്തിയത്. മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് 4 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. ഇതോടെ അയൽവാസി K. രാധാകൃഷ്ണൻ 1 ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്തു. ഈ തുക ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടിന്റെ കട്ടിളവെപ്പ് കർമ്മം BJP നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജാതിപ്പേര് വിളിച്ചെന്ന ആക്ഷേപം. കടവല്ലൂർ മുൻ പഞ്ചായത്ത് അംഗം ജമാൽ കോട്ടോലിനെ വെറുതെ വിട്ടു. ദൃശ്യമാധ്യമങ്ങളിലൂടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തതായി ആക്ഷേപിച്ചും സ്ത്രീത്വത്തിന് കളങ്കം വരുത്തിയെന്ന് ആരോപിച്ചും കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കോട്ടോൽ വാർഡ് മുൻ അംഗം ജമാൽ കോട്ടോലിനെതിരെ കുന്നംകുളം കോടതിയിൽ പോലീസ് ഫയൽ ചെയ്ത കേസാണ് വിചാരണ കൂടാതെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് N. ജയന്തൻ തള്ളിയത്. കോട്ടോൽ നായാടി ഉന്നതിയിൽ താമസിക്കുന്ന സ്ത്രീയെ അധിക്ഷേപിച്ചു എന്നായിരുന്നു കുന്നംകുളം പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM ഇത് തിരഞ്ഞെടുപ്പ് ആരോപണമായി ഉയർത്തിയിരുന്നു. പരാതിക്ക് അടിസ്ഥാനമായ യാതൊരു തെളിവും ഹാജരാക്കാൻ പോലീസിന് സാധിച്ചില്ല എന്ന് ജമാലിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് VC ലത്തീഫിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി കേസ് തള്ളിയത്. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ ചുറ്റുവിളക്ക് ശനിയാഴ്ച മുതൽ തെളിയും. ഇനിയുള്ള 1 മാസക്കാലം ഗുരുഭവനപുരി ഉത്സവലഹരിയിലാകും. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരുടെ വഴിപാടായാണ് 30 ദിവസം ചുറ്റുവിളക്ക് തെളിയിക്കുന്നത്. ആദ്യ ദിവസത്തെ വിളക്ക് പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയാണ്. ക്ഷേത്രത്തിൽ ദശാബ്ദങ്ങളായി വിളക്കാഘോഷം തുടങ്ങുന്നത് ഇവരുടെ പേരിലാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ചാവക്കാട് മുൻസിഫ് കോടതി, പോലീസ്, മർച്ചന്റ്സ് അസോസിയേഷൻ, തപാൽ എന്നീ വിളക്കാഘോഷം നടക്കും. അവസാന ദിവസങ്ങളിൽ പുരാതന തറവാട്ടുകാരുടെ വക വിളക്കാഘോഷമാണ്. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് നറുനെയ് ഉപയോഗിച്ച് വിളക്കുകൾ തെളിയിക്കുന്ന വിളക്കാഘോഷങ്ങളാണ് ഏറെയും. മേളത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവയും മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവത്തിന് നവംബർ 16-ന് തിരിതെളിയും. 17-ന് രാവിലെ മുതൽ സംഗീതാർച്ചന ആരംഭിക്കും.
തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെ 3000-ഓളം പേർ ഗുരുവായൂരപ്പന് മുമ്പിൽ സംഗീതാർച്ചന നടത്തും. ഡിസംബർ 1-നാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ചുറ്റിവിളക്ക് ആഘോഷം തുടങ്ങിയാൽ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ടാകില്ല. ഏകാദശി ദിവസം ഗുരുവായൂർ ദേവസ്വത്തിന്റെ വക ഉദയാസ്തമന പൂജയോടെയാണ് ചുറ്റിവിളക്ക് ആഘോഷിക്കുക. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആരംഭിക്കുന്നതിന്റെ വിളംബരം അറിയിച്ച് നാമജപ ഘോഷയാത്ര നടത്തി. ഗുരുവായൂർ ദേവസ്വം പെൻഷേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിളംബര നാമജപ ഘോഷയാത്ര നടത്തിയത്. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ സത്രം ഗേറ്റിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് കിഴക്കേ ദീപസ്തംഭത്തിനരികിൽ സമാപിച്ചു. തുടർന്ന് ദീപാലങ്കാരവും ആപ്പീസ് ഗണപതിക്ക് വിശേഷാൽ പൂജയുമുണ്ടായിരുന്നു. അസോസിയേഷൻ ഭാരവാഹികളായ ബി ഹരികൃഷ്ണമേനോൻ, സി വി വിജയൻ, പൈക്കാട്ട് മാധവൻ നായർ, ആർ രാജഗോപാലൻ, ശിവദാസ് മൂത്തേടത്ത്, എ ശശിധരൻ, കെ ദാമോദരൻ, എൻ രമേശൻ, എം മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ടി വി ജോൺസന് KGF ബിസിനസ് എക്സലൻസ് പുരസ്കാരം സമ്മാനിച്ചു. CCTV, TCV, കേരള വിഷൻ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന TV ജോൺസന് കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരുടെയും പ്രൊഫഷണലുടെയും സംഘടനയായ നോളജ് ആൻഡ് ഗ്രോത്ത് ഫൗണ്ടേഷനാണ് KGF ബിസിനസ് എക്സലൻസ് പുരസ്കാരം നൽകി ആദരിച്ചത്. ഹോട്ടൽ ലിവ ടവറിൽ നടന്ന യോഗത്തിലായിരുന്നു ആദരം. KGFന്റെ 4ാം വർഷത്തെ പ്രോജക്റ്റുകളുടെ പ്രവർത്തന ഉദ്ഘാടനം കേരള വിഷൻ, TCV, CCTV എന്നിവയുടെ ഫൗണ്ടർ ഡയറക്ടറായ TV ജോൺസൺ നിർവഹിച്ചു. KGF പ്രസിഡന്റ് CA ജീസൺ അധ്യക്ഷനായി. സെക്രട്ടറി സാംസൺ വർഗീസ്, ട്രസ്റ്റി സജിത് ചോലയിൽ, കോർ കമ്മിറ്റി മെമ്പർ ഷിനോജ് ചാക്കോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സംരംഭക വികസന സെമിനാറിന് TV ജോൺസൺ നേതൃത്വം നൽകി. പ്രവർത്തനങ്ങൾക്കും പരിപാടികൾക്കും മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. നമുക്ക് ചേർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഇത് ഗംഭീരമാവുന്നൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. നോക്കാം, അതിൽ പ്രവർത്തിക്കുന്നവരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും എഫിഷ്യൻസിയേക്കാൾ വലുതായിരുന്നു അത്. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയാണ് സത്യത്തിൽ കേരളവർഷം ഗംഭീരമായത്. അത് കേരളത്തിന് വലിയ പേരുണ്ടാക്കി. ആ പേരിന്റെ പുറമെയാണ് ഞങ്ങൾ KCSL എന്ന് പറയുന്ന ഒരു കമ്പനി കേരളത്തിലെ എല്ലാ ഇതുപോലെയുള്ള ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട്, അന്ന് ഇതുപോലെ തൃശ്ശൂരുള്ള പോലെ ജില്ലകൾ ഒരുമിക്കുന്ന ഒരു കൂട്ടായ്മ എല്ലായിടത്തും ഇല്ല. പിന്നീട് KCSL തുടങ്ങിയതിന് ശേഷം ഞാൻ തന്നെ പാലക്കാട്, കണ്ണൂര്, മലപ്പുറം തുടങ്ങിയ ഒട്ടേറെ ജില്ലകളുടെ ചുമതലയായിരുന്നു. നമ്മുടെ തൃശ്ശൂരിന്റെ പതിപ്പ് ഉണ്ടാക്കലായിരുന്നു നമ്മുടെ പ്രോജക്റ്റ്. ഞാൻ ഇതിൽ 5 പേരായിരുന്നു അന്നത്തെ ഇതിന്റെ പ്രൊമോട്ടിംഗ് ഡയറക്ടേഴ്സ്. ഞാൻ ഉൾപ്പെടെ 5 പേരായിരുന്നു. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന പേരിൽ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ കൂട്ടയോട്ടം നടത്തി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KG പ്രദീപ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ലഹരിവിരുദ്ധ സന്ദേശവുമായി നടത്തിയ ഓട്ടത്തിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജേഷ്, ഷെഫീഖ്, അജിൽ, ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു. സ്കൂളിലെ SPC പ്രൊജക്ട് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അഫ്സ അബ്ദുൾ, സുജേഷ് എന്നിവർ നേതൃത്വം നൽകി. തൊഴിൽ വകുപ്പിന് കീഴിൽ ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട് അപ്പാർട്ട്മെന്റ് നിർമ്മാണ സ്ഥലത്ത് നടന്ന മെഡിക്കൽ ക്യാമ്പിന് മുതുവട്ടൂർ രാജ ആശുപത്രിയിലെ ഡോക്ടർ കൃഷ്ണൻ നേതൃത്വം നൽകി. PM ഷിനോയ് അതിഥി തൊഴിലാളികളുടെ മാതൃഭാഷയിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ 100-ലധികം അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. ULCC പ്രോജക്ട് എഞ്ചിനീയർ KP വിനൂപ്, ഡെപ്യൂട്ടി എഞ്ചിനീയർ ജനീഷ്, ആരോഗ്യ പ്രവർത്തകരായ ബെനില, ബെനിറ്റ, സ്മൃതി, സെബി എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന സംഗമോത്സവം 2025 വനിതാ സംഗമത്തോടെ സമാപിച്ചു. പഞ്ചായത്തും പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് സംഗമോത്സവം സംഘടിപ്പിച്ചത്. സമാപന ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് നടന്ന വനിതാ സംഗമം പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി വിശിഷ്ടാതിഥിയും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയുമായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ഫൗസിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ജയകുമാർ പൂളയ്ക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വനിതകളെയും ആദരിച്ചു. ശേഷം സംഗീത കലാവിരുന്നും ഉണ്ടായിരുന്നു. വീടും
തടവും തമ്മിൽ വലിയ വ്യത്യാസമില്ല, കുറെ കൂടി സുഖമായിട്ടുള്ളത് കാരാഗൃഹമാണ് എന്ന് കരുതുന്ന ഒരു സ്ത്രീയാണ് അവിടെ കേന്ദ്ര കഥാപാത്രം ബീന ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം. ഇപ്പോൾ വലിയ രോഗപീഠ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദാരിദ്ര്യം ഇതൊക്കെ വരുന്ന സമയത്ത് ഇതിലും ഭേദം ജയിലാണ്, അവിടെ ഭക്ഷണം ലഭിക്കുമല്ലോ, ചികിത്സ ലഭിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്തയിലൂടെയാണ് ആ കഥ വികസിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകൾ അത്രയൊന്നും ജനാധിപത്യത്തിന്റെ ഇടങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ വിവാദവുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ നിന്ന് UDF BJP കൌൺസിലർമാർ ഇറങ്ങിപ്പോയി. ഗാന്ധിജിയെ വികലമായി ചിത്രീകരിച്ചതിന് നഗരസഭാ ചെയർമാൻ മാപ്പ് പറയാൻ തയ്യാറായില്ല എന്ന് ആരോപിച്ചാണ് UDF ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു BJPയുടെ ഇറങ്ങിപ്പോക്ക്. കൌൺസിൽ അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് വിവാദ വിഷയം ഉന്നയിച്ചത്. വികലമായ പ്രതിമ സ്ഥാപിച്ച നഗരസഭ ഗാന്ധി നിന്ന് നടത്തിയിരിക്കുകയാണെന്ന് ഉദയൻ ആരോപിച്ചു. പ്രതിമ മാറ്റി സ്ഥാപിക്കുന്നതിനോടൊപ്പം ചെയർമാൻ പൊതുജനത്തോട് പരസ്യമായി മാപ്പ് പറയണം. പുനർനിർമ്മാണത്തിൽ നിന്ന് വിവാദ ശില്പിയെ ഒഴിവാക്കണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭയുടെ നിലപാട് നേരത്തെ വാർത്താസമ്മേളനത്തിലൂടെ പൊതുജനങ്ങളെ അറിയിച്ചിരുന്നതാണെന്ന് ചെയർമാൻ M. കൃഷ്ണദാസ് പറഞ്ഞു. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം അവസാനം ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം അറിയിച്ചു. യോഗ നടപടികളിലേക്ക് കടന്നതോടെ UDF കൌൺസിലർമാർ ഗാന്ധി പ്രതിമയും ഛായാചിത്രവും ഉയർത്തിക്കാട്ടി പ്രതിഷേധിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കോ മാപ്പു പറയാനോ തയ്യാറല്ലെന്ന് ചെയർമാൻ ഉറപ്പിച്ചു പറഞ്ഞതോടെ UDF അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണമെന്ന് BJP കൌൺസിലർ ശോഭാ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു. ഗാന്ധിഘാതകരുടെ കൂട്ടർക്ക് വിശദീകരണം നൽകാൻ ഒരുക്കമല്ലെന്നും വേണമെങ്കിൽ ഇറങ്ങിപ്പോകാമെന്നും ചെയർമാൻ പറഞ്ഞു. ഇതോടെ ശോഭാ ഹരിനാരായണനും ജ്യോതി രവീന്ദ്രനാഥും ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗാന്ധി പ്രതിമയുടെ അടിത്തറ നിർമ്മാണത്തിന് 3.5 ലക്ഷം രൂപ അനുവദിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു. കുന്നംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഭവന അറ്റകുറ്റപ്പണിക്കുള്ള ആദ്യ ഗഡു വിതരണം ചെയ്തു. ജനറൽ SSC വിഭാഗങ്ങളിലായി 121 ഗുണഭോക്താക്കൾക്കാണ് ആദ്യ ഗഡു വിതരണം ചെയ്തത്. ജനറൽ വിഭാഗത്തിൽ 88 പേർക്കും SSC വിഭാഗത്തിൽ 33 പേർക്കുമാണ് തുക നൽകിയത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, പട്ടികജാതി വികസന ഓഫീസർ MS ആര്യ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി PB ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. പെരുന്നാൾ ആഘോഷത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശികം ചാനലിലൂടെയും YouTube ചാനലിലൂടെയും പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. പെരുന്നാൾ ആഘോഷിക്കുന്ന ശനിയാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരവും കുർബാനയും നടക്കും. വൈകിട്ട് 6:55 ആത്മീയ ഘോഷയാത്രയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകും. 7 മണിക്ക് നടക്കുന്ന സന്ധ്യാ നമസ്കാരത്തിന് ഓർത്തഡോക്സ് സഭ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന മെത്രാപ്പോലീത്ത എബ്രഹാം മാർ സ്തഫാനോസ് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദേവാലയം ചുറ്റി റാസയും ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ 6-ന് കുരിശുപള്ളിയിൽ പ്രഭാത നമസ്കാരവും കുർബാനയും ഉണ്ടാകും. രാവിലെ 7:30 പ്രഭാത നമസ്കാരവും എബ്രഹാം മാർ സ്തഫാനോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികനായി 3-ന്മേൽ കുർബാനയും നടക്കും. തുടർന്ന് പരുമല തിരുമേനി അനുസ്മരണവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ഉണ്ടാകും. ഉച്ചയ്ക്ക് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശം ചുറ്റി പള്ളിയിലെത്തിച്ചേരും.
ബാൻഡ് വാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പുകൾക്ക് കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ അകമ്പടിയാകും. 6 മണിക്ക് നടക്കുന്ന റാസയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി നേർച്ച ഭക്ഷണം വിതരണം ചെയ്യും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ മാത്യൂസ് കെ ബർസൌമ, കൈസ്ഥാനി ടി.ഐ. ഉല്ലാസ്, സെക്രട്ടറി സി.കെ. ബാബു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. ഒന്നാം തീയതി വൈകിട്ട് 5 മണിക്ക് ഗജ സംഗമം പള്ളിയുടെ സമീപത്തുള്ളതായ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. നമ്മുടെ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് 10,000-ഓളം ആളുകൾക്ക് വൈകുന്നേരം 5 മണിക്ക് വാഴ്വിന് ശേഷം പള്ളിക്കിട്ടുള്ളതായ പ്രദക്ഷിണവും വാഴ്വിന് ശേഷവും ഊട്ട് എല്ലാവർക്കും പൊതുസദ്യ ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്രാവശ്യം നമ്മുടെ സ്കൂളിൽ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അതിൻ്റെ ഏതാണ്ട് 6 കൗണ്ടറുകളോളം ഉണ്ട്. അവിടെ വെച്ച് എല്ലാവർക്കും പൊതുസദ്യയും നൽകുന്നതുമാണ്. സിപിഎമ്മിൽ ചേർന്ന മുൻ DCC ജനറൽ സെക്രട്ടറി പി. യതീന്ദ്രദാസിന് CPM നേതൃത്വത്തിൽ ചാവക്കാട് സ്വീകരണം നൽകി. സ്വീകരണത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. ആശുപത്രി റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി TT ശിവദാസ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, NK അക്ബർ MLA, ഫിറോസ് P തൈപ്പറമ്പിൽ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, INL ജില്ലാ പ്രസിഡന്റ് C ഖാദർ, കേരള കോൺഗ്രസ് B ജില്ലാ സെക്രട്ടറി P ഷാഹു, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടന രൂപീകരിച്ചത് വിശ്വ ഹിന്ദു പരിഷത്താണ്. ഒരിക്കലും ഒരു കോൺഗ്രസ് അനുഭാവിയോ കോൺഗ്രസ് വിശ്വാസിയോ ഇടതുപക്ഷ ചിന്താഗതിക്കാരോ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ലാത്ത സംഘടന. നിഷേധിക്കാൻ പറ്റും. എൻ്റെ മുന്നിലിരിക്കുന്ന ഞാൻ പേര് പറയണില്ല. ആ ബാനർ കെട്ടിയ സംഘടനയിൽ പങ്കെടുക്കുന്ന ആളുകളെ കോൺഗ്രസിന്റെ ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ വെച്ചിരിക്കുന്നുവെങ്കിൽ എങ്ങനെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, വർഗീയതയ്ക്കെതിരെ പോരാടാൻ ആഗ്രഹിക്കുന്നവർ, വർഗീയതയ്ക്കെതിരെ സംരക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ സമൂഹം എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കുമെന്ന് ഞങ്ങൾ എന്നോട് പറഞ്ഞത് അന്ന് ഞാൻ മാറ്റം വരുത്താം. ആ കാര്യത്തിൽ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്ന, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ RSSുമായി പോരാടി നിൽക്കുന്ന CPMുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ശരിയെന്ന് എൻ്റെ മനസ്സാക്ഷി കൂടി പറഞ്ഞതുകൊണ്ടാണ്. എനിക്ക് അക്ബറുമായി ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി കുന്നംകുളം നഗരസഭ ഒരുക്കുന്ന ഓപ്പൺ ജിം സീനിയർ ഗ്രൗണ്ടിൽ പ്രവർത്തനം തുടങ്ങി. ഇന്ന് ഇവിടെ 10 കേന്ദ്രങ്ങളിൽ ഈ വ്യായാമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നിർവഹിക്കുന്നത്. നേരത്തെ മുനിസിപ്പൽ ചെയർമാൻ 8 എന്നാണ് പറഞ്ഞ 8 അല്ല 10 കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു. വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കേന്ദ്രത്തിൻ്റെയും കാര്യം സൂചിപ്പിച്ചു. ഏറെ സന്തോഷത്തോടെ കുന്നംകുളത്തും പരിസര പ്രദേശത്തുമുള്ള ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് അല്പം വ്യായാമത്തിന് വേണ്ടിയുള്ള അത്യാവശ്യ ഉപകരണങ്ങളുണ്ട്. അത് ഉപകാരപ്പെടട്ടെ. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ ബിജു C ബേബി, ഫാദർ ബെഞ്ചമിൻ OIC, ഫെഡറൽ ബാങ്ക് മാനേജർ ജിമോൻ, ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ VHSC പ്രധാന അധ്യാപിക വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. 2 വനിതാ ജിം ഉൾപ്പെടെ 10 എണ്ണമാണ് നഗരസഭയിൽ സജ്ജമായിട്ടുള്ളത്. നഗരസഭയിലെ വിവിധ ഫണ്ടുകളും ഫെഡറൽ ബാങ്കിന്റെ CSR ഫണ്ട് 9.90 ലക്ഷം രൂപയും ഉൾപ്പെടെ 45 ലക്ഷം രൂപയാണ് ഓപ്പൺ ജിം സജ്ജീകരിക്കുന്നതിനായി ചെലവഴിച്ചിട്ടുള്ളത്. സീനിയർ ഗ്രൗണ്ട് കൂടാതെ കാണിപ്പയ്യൂർ ചാർജിംഗ് സ്റ്റേഷൻ പരിസരം, കുറുക്കൻപാറ, നടുപ്പന്തി, തിരുത്തിക്കാട്, വനിതാ ഹോസ്റ്റൽ, ഇഞ്ചിക്കുന്ന് പാടം, ആനായിക്കൽ, പൊർക്കളേങ്ങാട്, വൈശ്ശേരി എന്നിവിടങ്ങളിലാണ് ഓപ്പൺ ജിം കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സർക്കാർ അംഗീകൃത ഏജൻസിയായ മലപ്പുറത്തെ ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. ഏതു സമയത്തും വ്യായാമം ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 31 ദേശീയ ഐക്യദിനാഘോഷത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി.
കുന്നംകുളം പോലീസ് എസ്ഐ CP ജാബിർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽ സാജിദ റസാഖ്, KR രവ്യ, SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ VJ ജിൻസി, SPC ഓഫീസർ ആനന്ദ് ഹിരൺ, അസിസ്റ്റന്റ് പോലീസ് കേഡറ്റ് PK ആതിര, സ്റ്റുഡന്റ് കേഡറ്റ് സിയ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം പെരുമ്പിലാവ് അൻസാർ ആശുപത്രി പരിസരവും പെരുമ്പിലാവ് ജംഗ്ഷനും ചുറ്റി 2 കിലോമീറ്ററോളം ഓടി സ്കൂളിൽ സമാപിച്ചു. കൂട്ടയോട്ടത്തിന് കേഡറ്റുകളായ ഫൈഹ ഫാത്തിമത്ത്, VS നബീൽ, MS ഇഷാൻ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ സുവിശേഷ യോഗം ഇനി മുതൽ എല്ലാ മാസവും 1-ാം ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. എല്ലാ 1-ാം ഞായറാഴ്ചയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ് സുവിശേഷ യോഗം നടക്കുക. നവംബർ 2-ന് നടക്കുന്ന സുവിശേഷ യോഗത്തിൽ ടെനി ദേവസി സന്ദേശം നൽകും. വാഹന സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേജിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, പ്രിൻസിപ്പൽമാരായ K വെങ്കിട്ടമൂർത്തി, AJ ജനീർലാൽ, പ്രധാനാധ്യാപിക മേഴ്സി മാത്യു, വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മുൻകാല PTA പ്രസിഡന്റുമാരായ VK ചന്ദ്രൻ, VS സിദ്ധാർത്ഥൻ, M ഉദയശങ്കർ, ജയപ്രകാശ്, KK സുനിൽകുമാർ, PK രവീന്ദ്രൻ, CG രഘുനാഥ്, ഷാജി മനന്ദൻ, സാബു ഐനൂർ എന്നിവരെയും പ്രധാനാധ്യാപകരായ വെങ്കിട്ടമൂർത്തി, ജനീർലാൽ, മേഴ്സി മാത്യു, NSS സംസ്ഥാന കോർഡിനേറ്റർ P രഞ്ജിത്ത് എന്നിവരെയും PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ബോയ്സ് ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർ MK ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, വൈസ് പ്രസിഡന്റ് PB ബിബിൻ, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, OSA സെക്രട്ടറി KA ഫരീദ് അലി, പ്രിൻസിപ്പാൾ ഷീബ ജോസ്, സ്റ്റാഫ് സെക്രട്ടറി JF സിൻഡ, സ്കൂൾ ചെയർമാൻ PM ദിൽഷാദ് എന്നിവർ സംസാരിച്ചു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിക്ക് മരത്തംകോട് പുതിയ മാത്തൂർ ചിറക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. വെള്ളിയാഴ്ച രാവിലെ 8-നെത്തിയ പ്രസാദ് നമ്പൂതിരിയെ പെരുമ്പിള്ളി സുബ്രഹ്മണ്യൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് തകിൽ, നാദസ്വരത്തിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രപ്രദക്ഷിണവും ദർശനം നടത്തിയ തിരുമേനിക്ക് ക്ഷേത്രമേൽശാന്തി പയ്യൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട് പ്രസാദം നൽകി അനുഗ്രഹിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പെരുമ്പിള്ളി ജയരാജ് നമ്പൂതിരി പൊന്നാടയും കോനേത്ത് മുരളി നായർ ഉപഹാരവും നൽകി ആദരിച്ചു. വിവിധ ഭക്തജന സംഘടനകളും അദ്ദേഹത്തെ ആദരിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് തിരുമേനി പ്രസാദം വിതരണം ചെയ്തു. സ്വീകരണത്തിന് ഭരണസമിതി ഭാരവാഹികളായ ഹൃദയൻ, സജിത്ത്, അഭിലാഷ്, ഉദയൻ, ദാസൻ, ഹരി നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ കൊടകര ആറേശ്വരൻ ക്ഷേത്രത്തിലെ മേൽശാന്തിയായ പ്രസാദ് നമ്പൂതിരി ഏറന്നൂർ മനക്കൽ ദാമോദരൻ നമ്പൂതിരി ദേവസേന ദമ്പതികളുടെ മകനാണ്. ഇതിനു മുമ്പ് 2 തവണ മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയെങ്കിലും ഇത്തവണയാണ് തന്നെ തെരഞ്ഞെടുത്തതെന്നും അത് തന്റെ ഭാഗ്യമായി കാണുന്നുവെന്നും അപൂർവം പേർക്കുമാത്രം കിട്ടുന്ന അവസരമാണ് അയ്യനെ പൂജിക്കാൻ ലഭിക്കുന്നത്, അതിനെ പുണ്യമായാണ് കാണുന്നത് എന്നും CCTVയോട് പറഞ്ഞു. ജില്ലയിലെ ആറേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൊടകരയ്ക്കടുത്ത് വാസുപുരത്ത് ആറേശ്വര ക്ഷേത്രത്തിലായിരുന്നു ശാന്തി. അവിടെ നിന്നാണ് ശബരിമലയ്ക്കുള്ള അപേക്ഷ കൊടുക്കുന്നത്. 3 തവണ അവിടെ നിന്ന് തന്നെയാണ് അപേക്ഷ കൊടുത്തത്. 3ാമത്തെ തവണയാണ് അയ്യപ്പൻ്റെ നിയോഗം ഉണ്ടായത്. ഈ ഭാര്യയും 2 മക്കളും ഉണ്ട്. ഭാര്യ ആലങ്കോട് പെരുമ്പിള്ളിയാണ്. മകൻ അച്യുത് ദാമോദർ +2 പഠിക്കുന്നു. 2ാമത്തെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാ അയ്യപ്പൻ്റെ അനുഗ്രഹം സ്വാമി. സാമൂഹിക പ്രതിബദ്ധതയുടെ സന്ദേശവുമായി കുന്നംകുളം പിസാറ്റ് കോളേജിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഫുഡ് ഫെസ്റ്റ് വഴി ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. മാനേജിംഗ് ഡയറക്ടർ PK സുനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലീന സുനിൽ, അധ്യാപകരായ സന്ധ്യ, ഹർഷ മോഹൻ എന്നിവർ സംസാരിച്ചു. ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്,
കപ്പയും മീനും ചമ്മന്തിയും, പിസ, പഴംപൊരിയും ബീഫും, എണ്ണപ്പലഹാരങ്ങൾ, പാനിപൂരി, മസാലപൂരി, വിവിധതരം പായസങ്ങൾ, ഫ്രൂട്ട് സാലഡ്, കേക്ക്, കട്ട്ലേറ്റ് തുടങ്ങി വിവിധതരം ഭക്ഷണങ്ങളായിരുന്നു ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നത്. തീർത്തും ഹോം മെയ്ഡായി വിദ്യാർത്ഥിനികൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്നതായിരുന്നു ഭക്ഷണ വിഭവങ്ങൾ. കൂടാതെ റേഡിയോളജി വിദ്യാർത്ഥിനികൾ നേതൃത്വം നൽകിയ ഹൊറർ ഹണ്ടും ഒരുക്കിയിരുന്നു. അധ്യാപകരായ സന്ധ്യ, ഹർഷ മോഹൻ, വിദ്യാർത്ഥികൾ, മറ്റ് അധ്യാപകരും നേതൃത്വം നൽകി. ടിസാറ്റ് കോളേജിൻ്റെ ഈ വർഷത്തെ ഫുഡ് ഫെസ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥിനികളുടെയും എല്ലാം ഹോംലി ഫുഡാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞു. എല്ലാവരുടെയും സാന്നിധ്യം, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോഗ്രാം കൺവീനേഴ്സായിട്ട് സന്ധ്യ മിസ്സുണ്ട്, അതുപോലെ തന്നെ ഹർഷ മിസ്സുണ്ട്. ഇവിടെ അവരുടെ ആ കൂട്ടായ്മയുടെ ഒരു പ്രതിഫലനമാണ് ഇന്നിവിടെ കാണുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നമ്മൾ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ആണ് എല്ലാ വർഷവും അങ്ങനെ തന്നെ നമ്മളൊരു ചാരിറ്റി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാ കൊല്ലം കണ്ടക്ട് ചെയ്യാറുള്ളതാണ് ഈ ഫുഡ് ഫെസ്റ്റിവല്. ഇപ്രാവശ്യം ഒന്നും കൂടി പുതുമ നിലനിർത്തി ഡെക്കറേഷനായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഏതെങ്കിലും ചാരിറ്റിക്ക് കൊടുക്കാനാണ് ഞങ്ങൾ. പണ്ഡിതരാജൻ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ 134ാമത് ജന്മവാർഷികവും പഞ്ചാംഗം പുസ്തകശാലയുടെ പുതിയ പ്രദർശനശാലയുടെ ഉദ്ഘാടനവും പുതിയ 10ഓളം പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണ ചടങ്ങും നടന്നു. സ്ഥാപനങ്ങളുടെ ഡയറക്ടറും തച്ചുശാസ്ത്ര വിദഗ്ധനുമായ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പഞ്ചാംഗം കെട്ടിട സമുച്ചയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് രചന നിർവഹിച്ച നമ്പൂതിരി സർവസ്വം 2 ഭാഗങ്ങൾ, ലഘുരാമായണങ്ങൾ, ലഘുസ്തോത്രങ്ങൾ, ശാസ്ത്രസങ്കല്പം, ശിവസങ്കല്പം, ഡോക്ടർ CM നീലകണ്ഠൻ രചിച്ച ഭാവുകന്റെ നിലപാടുകൾ, ഡോക്ടർ സാവിത്രി മഹേശ്വരന്റെ അരവിന്ദ രസായനം, ചെറുളിയിൽ വാസുദേവൻ നമ്പീശന്റെ അന്തകവധവും ശര്യാദിയജ്ഞവും, കുട്ടമ്പേരൂർ VMK നമ്പൂതിരിയുടെ പൂർണ്ണപുണ്യം പുരാണങ്ങളിലൂടെ എന്നീ 10 പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശന ചടങ്ങും നടന്നു. കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ PV രാമൻകുട്ടി, ഡോക്ടർ CM നീലകണ്ഠൻ, ഡോക്ടർ പാലനാട് വാസുദേവൻ നമ്പൂതിരി, ഡോക്ടർ സാവിത്രി മഹേശ്വരൻ, ഡോക്ടർ KP ശ്രീദേവി, ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, CS നാരായണൻ, മേലേടം ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ KA രവീന്ദ്രൻ പുസ്തക പരിചയം നടത്തി. അറിയിപ്പ്: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ട് പ്രകാരം ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കടകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ 2025 വർഷത്തേക്ക് പുതുക്കണമെന്ന് ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ് അറിയിച്ചു. ചാവക്കാട് താലൂക്ക് പരിധിയിൽ ലേബർ രജിസ്ട്രേഷൻ എടുക്കാതെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കടകളും വാണിജ്യ സ്ഥാപനങ്ങളും ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതും എല്ലാ വർഷവും നവംബർ മാസത്തിൽ പുതുക്കേണ്ടതുമാണ്. രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയോ യഥാസമയം പുതുക്കാതിരിക്കുകയോ ചെയ്താൽ 5000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതും തുടർന്നും ഇത് പാലിക്കാതിരുന്നാൽ പ്രതിദിനം 250 രൂപ വീതം പിഴ ഈടാക്കുന്നതിനും നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചു. FSETO കുന്നംകുളം മേഖലാ പ്രചരണ കാൽനട ജാഥയുടെ വേലൂർ പഞ്ചായത്തിലെ സമാപന പൊതുയോഗം CATU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രസ്ഥാനമായ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാൽനട ജാഥ നടത്തുന്നത്. സംഘാടക സമിതി ചെയർപേഴ്സൺ ജമീല രാജീവ് അധ്യക്ഷയായി. ജാഥ ക്യാപ്റ്റൻ KSTA ജില്ലാ പ്രസിഡന്റ് പ്രമോദ്, വൈസ് ക്യാപ്റ്റൻ NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P സുനീഷ്, ജാഥ മാനേജർ അബിൻ രാജ്, സുജിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക പള്ളിയിലെ നവീകരിച്ച വൈദിക മന്ദിരത്തിന്റെയും ഇടവക പള്ളി ഓഫീസിന്റെയും വെഞ്ചിരിപ്പ് കർമ്മം അതിരൂപത സഹായമെത്രാൻ മാർട്ടോടി നീലങ്കാവിൽ നിർവഹിച്ചു. ജപമാല മാസാചരണ സമാപനവും തുടർന്ന് ആഘോഷമായ ദിവ്യബലിയും അർപ്പിച്ചതിനു ശേഷമാണ് വെഞ്ചിരിപ്പ് കർമ്മം നടന്നത്. ബിഷപ്പിനെ വികാരി ഫാദർ ജോഷി ആളൂർ, ഫാദർ ഷോജോ, കൈക്കാരന്മാർ, ഇടവകാംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായി. അനന്ത IAS അക്കാദമിയുടെ സ്കോളർഷിപ്പിന് അർഹരായ എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ അനുമോദിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തുമായി സംയോജിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ
IAS, IPS സ്കോളർഷിപ്പ് പരീക്ഷയിൽ 8 വിദ്യാർത്ഥികളാണ് അർഹരായത്. സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടന സമ്മേളനത്തിൽ നടന്ന ചടങ്ങിൽ സ്കോളർഷിപ്പിന് അർഹരായ TP ഗോപിക, റോസ്മേരി, KG അഭിനന്ദ, ആയിഷ മിൻഹ, മുഹമ്മദ് സിനാൻ, KS അഭിജിത്ത്, VR ആര്യ, M സാന്ദ്ര ജോണി എന്നിവരെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അനുമോദിച്ചു. +1 വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. കൂറ്റനാട് തണ്ണീർക്കോട് വള്ളിക്കാട്ട് തീയത്ത് ചന്ദ്രമോഹന്റെ മകൻ വിഘ്നേഷിനെയാണ് വ്യാഴാഴ്ച രാത്രി 8 മണി മുതൽ കാണാതായത്. വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 97 44 14 56 80 എന്ന ഫോൺ നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,300 രൂപ, പവന് 90,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 159 രൂപ. ചരമം പെരുമ്പിലാവ് പുത്തംകുളം കുണ്ടുപറമ്പിൽ പരേതനായ അപ്പു ഭാര്യ കാർത്തിയനി നിര്യാതയായി. 73 വയസ്സായിരുന്നു. പ്രകാശൻ, രത്നം, രമ എന്നിവർ മക്കളാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. വടുതല വട്ടംപാടം താമസിക്കുന്ന വട്ടത്ത് പറമ്പിൽ മൊയ്തു നിര്യാതനായി. 88 വയസ്സായിരുന്നു. ഖബറടക്കം വടുതല പള്ളി ഖബർസ്ഥാനിൽ നടത്തി. കാരക്കാട് പാറക്കുളം പുളിക്കൽ കുടുംബാംഗമായ ആയിഷയാണ് ഭാര്യ. മുഹമ്മദ് അലി, ഉമ്മു, റസിയ, ഫാത്തിമ, സുബൈദ, സക്കീന, റംഷീദ്, നിഷാദ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യമേഖലയിൽ സമാനതകളില്ലാത്ത മികവാണ് കേരളത്തിന്റേതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലൂടെ പ്രകടമായതെന്നും മന്ത്രി. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പുതിയ OP ബ്ലോക്കിന്റെയും ഉദ്ഘാടനം AK ശശീന്ദ്രൻ നിർവഹിച്ചു. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ആവേശകരമായ അധ്യായം കുറിച്ച ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യഗ്രഹത്തിന്റെ ഓർമ്മയ്ക്ക് ശനിയാഴ്ച 94 വയസ്സ് തികയും. സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഗുരുവായൂരിലെ ഭരണസ്ഥാപനങ്ങളും വിവിധ സംഘടനകളും നവോത്ഥാന മണ്ണിൽ ഒത്തുചേരും. രാജ്യത്താകമാനം അടിസ്ഥാന വിഭാഗങ്ങളെ അടിച്ചമർത്തുമ്പോൾ കേരളത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആളൂരിൽ നിർമ്മാണം പൂർത്തിയായ EMS കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനവും വേലൂർ പഞ്ചായത്തിലെ കുണ്ടിലങ്ങാടി അംബേദ്കർ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ ചുറ്റുവിളക്ക് ശനിയാഴ്ച മുതൽ തെളിയും. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുഭവനപുരി ഉത്സവലഹരിയിലാകും. വിളക്കാരംഭത്തിന്റെ വിളംബരം അറിയിച്ച് നാമജപ ഘോഷയാത്ര നടത്തും. ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമ വിവാദം. കൌൺസിൽ യോഗത്തിൽ നിന്ന് UDF BJP കൌൺസിലർമാർ ഇറങ്ങിപ്പോയി. ഗാന്ധിജിയെ വികലമായി ചിത്രീകരിച്ചതിന് നഗരസഭാ ചെയർമാൻ മാപ്പ് പറയാൻ തയ്യാറായില്ല എന്ന് ആരോപിച്ചാണ് UDF വോക്കൌട്ട് നടത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.